ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും? ഇപ്പോൾ ബാക്ടീരിയലൊക്കെ ആണെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാരണം കൊണ്ട് വീണ്ടും വീണ്ടും വരുന്ന മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ വാക്സിൻസ് എടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അമീബയുടെ കേസിലാണെങ്കിൽ ഇത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആണ് അമീബ കൂടുതലായും വളർന്നു വരുന്നത്. അതിൽ തന്നെ ഈ നെഗ്ലേരിയ എന്ന് പറയുന്നത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് അത് കൂടുതൽ തെർമോഫിലിക്കാണ്. അപ്പോൾ അത് വെള്ളം കുറച്ച് ചൂടായി കിടക്കുമ്പോഴാണ് അത് കൂടുതലായിട്ടും വളരുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണം. 3 മാസം കൂടുമ്പോൾ അത് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ കഴിയുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി മുങ്ങി കുളിക്കാതിരിക്കുക. മൂക്കിൽ ശക്തമായിട്ട് വെള്ളം കയറുമ്പോഴാണ് ഇത് കൂടുതലും ബ്രെയിനിലോട്ട് കയറുന്നത്. അപ്പോൾ നോസ് പ്ലഗ്സ് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ അതുകൂടാതെ ഇപ്പോൾ പക്ഷേ ഈ മുങ്ങിക്കുളിക്കുന്നത് മാത്രം അല്ല, പലരിലും ആ ഹിസ്റ്ററി കിട്ടുന്നില്ല, അത് ഇല്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പ് വാട്ടറിൽ നിന്ന് പോലും അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടിക്കുന്ന വെള്ളം 100 ഡിഗ്രിയിൽ ചൂടാക്കി തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുമ്പോൾ കുഴപ്പമില്ല. 45 ഡിഗ്രി വരെയാണ് ഇതിന് വളർച്ചയ്ക്ക് സഹായകമായ ടെമ്പറേച്ചർ. അതിൽ കൂടുതൽ 100 ഡിഗ്രിയിൽ നമ്മൾ ബോയിൽ ചെയ്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യത കുറവാണ്. അങ്ങനെ നമുക്ക് ഇത് പ്രതിരോധിക്കാൻ വേണ്ടി ജലാശയങ്ങൾ ഇപ്പോൾ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നവരുണ്ടാകുമ്പോൾ അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ് നല്ല രീതിയിൽ ശുദ്ധീകരിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കിയൊക്കെ കുടിക്കാം അല്ലേ? ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത സ്വിമ്മിംഗ് പൂളുകളിൽ പോയി കുളിക്കാൻ ശ്രദ്ധിക്കുക, സ്വിമ്മിംഗ് പഠിക്കാനും ഒക്കെ. അതുകൂടാതെ ഡൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഡൈവ് ചെയ്യുമ്പം ശക്തമായി